ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടക്കാൻ പോകുന്ന നോമിനേഷൻ വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഈ ആഴ്ച പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുപേര് വെച്ചാണ് പോകുന്നത്. അതായത് ഫ്രണ്ട്സുകളായിക്കോട്ടെ അല്ല ശത്രുക്കളായിക്കോട്ടെ, അവരാണ് പോകുന്നത്. അവർ പോയതിനു ശേഷം ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടും ഒരാളെ വേണം നോമിനേറ്റ് ചെയ്യാൻ. അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചില്ലെങ്കിൽ രണ്ടുപേരും നോമിനേഷനിലേക്ക് പോകും. ഇതാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതനുസരിച്ച് അർജുനും ജിൻഡോയും വരുന്നുണ്ട്. അവരവിടുന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ തോളെ കൈയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടാണ് അവർ ഉള്ളിലേക്ക് വരുന്നത്. കൺഫെഷൻ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ടും അവരൊരു മാന്യമായ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ജിൻഡോ പറയുന്നു, ഇവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും ഞാൻ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവർ എനിക്കെതിരെ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ക്വയറ്റ് ആയിട്ട് നല്ല മാന്യമായിട്ട് തന്നെ സംസാരിക്കുന്നു. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, അങ്ങനെയാണ് ജിൻഡോ ചേട്ടൻ ഈ ഒരു പ്രാവശ്യം കൂടെ പോയി അതൊന്ന് ഫേസ് ചെയ്തിട്ട് വാ, ജിൻഡോ ചേട്ടൻ പുറത്തു പോകത്തില്ലെന്ന് ഉറപ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാന്യമായിട്ട് സംസാരിക്കുന്നു. എന്നാൽ ഇവിടെ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ കടിപിടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടിപിടിയാണ് നടക്കുന്നത്. എന്നാൽ ഇവർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ കുറച്ചൊക്കെ മാന്യത പുലർത്തുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ അർജുന്റെ ഓരോ സംസാരങ്ങളും കുറച്ചുകൂടെ മാന്യമായി ആയി വരുന്നുണ്ട്. ജിൻഡോ ആയാലും സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് അവരുടെ ആ ഒരു സംസാരം കറക്റ്റായിട്ട് പ്രേക്ഷകരിലേക്ക് എന്തെത്തിക്കണം അതെത്തിക്കും. എന്നിട്ട് അവരിൽ ആരെങ്കിലും ഒരാൾ വഴങ്ങി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ അവർ രണ്ടുപേരോട് സംസാരിച്ചിട്ട് അവർക്ക് രണ്ടുപേർ കൂടെ ഇതിനകത്ത് ഒക്കത്തില്ല എങ്കിൽ അവർ രണ്ടുപേരുടെ നോമിനേഷൻ വരും. എന്തായാലും അടിപിടി എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആ പ്രൊമോയിൽ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായ രീതിയിൽ തന്നെ സംസാരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ വലിയ അടി ബഹളം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് സംസാരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ എത്തുന്നവരേക്കും